എനിവേസ് ഗുഡ് നൈറ്റാ. ഗുഡ് നൈറ്റ്. എടാ, വൺ മോർ തിങ്. അഡ്വാൻസ് സാലറി പ്രോസസ് ആയിട്ടുണ്ടായിരുന്നോ? അവളിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. അറ്റ് എനി കോസ്റ്റ് ആ വീട് അവർക്ക് തന്നെ കിട്ടണം. നടക്കൂടാ. ഐ തിങ്ക് നാളെയോ മറ്റന്നാളോ ആയിട്ട് എമൗണ്ട് സീതയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അമേസിംഗ്. ശരി. ഗുഡ് നൈറ്റ്. സീ ടുമോറോ. ഗുഡ് നൈറ്റ്. രണ്ടാളും ഈ നേരം കൊണ്ട് എന്തായിരിക്കും ഡിസ്കസ് ചെയ്ത്? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. റാമിനെ ഇമോഷണലി ടാക്കിൾ ചെയ്യാൻ പറ്റും, പക്ഷേ ഈ അനാഥൻ വലിയൊരു ബുദ്ധിമാനാ. ഇവനെ ടാക്കിൾ ചെയ്യാന്നുള്ളത് അത്ര എളുപ്പമല്ല. നീ ഇനി ഉറങ്ങിയില്ലേ? സീതമ്മ, എന്റെ കല്യാണം കഴിഞ്ഞാലും ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും. നിന്നെ വിട്ട് ഞാൻ എവിടെയും പോവില്ല. ഇപ്പൊ നിന്നോട് ആരെ കല്യാണത്തെ പറ്റി സംസാരിച്ചേ? മിണ്ടാതെ കണ്ണടച്ചിരുന്ന് ഉറങ്ങി. എന്നോട് ദേഷ്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടോ ദേഷ്യം പിടിക്കുന്നത്? അങ്ങനെ ദേഷ്യമൊന്നുമില്ല, കിടന്നോട്ടോ. നീ എന്നോട് സ്നേഹത്തിൽ സംസാരിക്കുന്നേ ഇല്ല. പോ. സ്നേഹത്തോട് തന്നെ എന്റെ ചക്കര ഞാൻ പറയുന്നേ. നാളെ രാവിലെ സ്കൂളിൽ പോകാനുള്ളതല്ലേ. പ്ലീസ് ഉറങ്ങി എന്റെ മോള്. ഇനി നീ പറയുന്നതൊക്കെ ഞാൻ കേക്കും. ഗുഡ് ഗേളാ നീ. നീ എന്നോട് ദേഷ്യമൊന്നും പിടിക്കരുത് കേട്ടോ. എനിക്ക് കരച്ചിൽ വരൂലേ? എന്റെ ചക്കര കുട്ടിയോട് ദേഷ്യം പിടിക്കണോന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടാണോ? നീ എന്തിനാ ബാക്കിയുള്ളവരുടെ വീട്ടിലൊക്കെ പോയി ജോലി ചെയ്യുന്നത്? അത് ശരിയാണോ പറ. എനിക്ക് എത്ര വിഷമായെന്ന് അറിയാവോ നിനക്ക്? സോറി സീതമ്മ. ഞാനും നിന്നോട് സോറി. ഇനി രാമനെ ആലോചിച്ച് കണ്ണടച്ച് കിടന്നോട്ടോ. രാമനെ നമ്മൾ വന്ദിച്ചെന്നാൽ ഭയമതു തോന്നുകയില്ല. അമ്മേ സീതമ്മേ രാമ ശ്രീരാമ. ഇതിപ്പോ എന്ത് പറ്റി? സീതമ്മ, നീ ശ്രീരാമൻ എന്ന് പറയുമ്പോ കൺമുന്നില് ഫ്രണ്ടിനെ കാണുന്നത്, അതും ഫുൾ ബ്ലൂ കളർ, അമ്പും വില്ലും പിടിച്ച് അങ്ങനെ മുമ്പിൽ നിൽക്കുക. എന്റെ അമ്മ സീതമ്മ, എന്റെ ഫ്രണ്ട് ശ്രീരാമൻ. എന്റെ അമ്മ സീതമ്മ, എന്റെ ഫ്രണ്ട് ശ്രീരാമൻ. എന്റെ അമ്മ സീതമ്മ, എന്റെ ഫ്രണ്ട് ശ്രീരാമൻ. ബുദ്ധി പോന്ന പോക്ക് കണ്ടില്ലേ? വന്ന് കിടന്നേ. നിങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്തു പറ്റി? എത്ര സന്തോഷത്തോടെ ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വന്നത്. പക്ഷെ നിങ്ങള് അതെ രാമ, പ്രശ്നമൊന്നുമില്ല മോനെ. നീ പറ, നീ പറഞ്ഞോ. നിന്റെ ചെറിയച്ഛൻ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കില്ല. അങ്ങനെയൊന്നും പറയരുത് പ്ലീസ്. ഈ കുടിയൊക്കെ ഒന്ന് നിർത്ത് പ്ലീസ്. അത് അങ്ങനെ പറഞ്ഞ മോന് വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതേ നിർത്തി. രാമ, നീ എന്നെ പേടിപ്പിക്കാൻ പറയുന്നതല്ലേ? ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ചിറ്റപ്പാ. രാമ, നീ എനിക്ക് എന്റെ ദൈവമാടാ മോനെ. നീ പറഞ്ഞാൽ ഞാൻ പറ്റില്ല എന്ന് പറയോ? ദയവ് ചെയ്ത് ഈ കുടിയൊന്ന് നിർത്ത്. മതി കുടിച്ചത്. നോക്ക്, ഇതിന്റെ ലാസ്റ്റ് ഇത്രേ ഉള്ളൂ. ഇത് ലാസ്റ്റ് പ്ലീസ് പ്ലീസ്. ആ ലാസ്റ്റ് ബെഗിന് കൊടുക്കുന്ന വിലയെങ്കിലും എനിക്ക് തരുമോ? ഇതെന്തോ വർത്തമാനാടാ ഇത്? നീ എന്റെ ചക്കരയാടാ, എന്റെ പൊന്നും കേട്ടയാ. ഇതൊക്കെ ചീത്തയാടാ.
വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. പിന്നെ എന്തിനാ നിങ്ങൾ ആ ചീത്ത വെള്ളം ഇങ്ങനെ കുടിക്കുന്നത്? ചെറിയച്ച, എനിക്കറിയാം നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ വലുതാന്ന് നമ്മൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. പുറത്തിറങ്ങി മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടൊന്നും ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നും. പറഞ്ഞാൽ വിശ്വസിക്കില്ല, 5 വയസ്സുള്ളൊരു കുട്ടി അവിടെ അമ്മയ്ക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി സഹായിക്കാൻ വേണ്ടി മറ്റൊരാളുടെ വീട്ടിൽ ജോലി ചെയ്യാൻ വരെ പോകുന്നു. അത് ഞാൻ കണ്ടു നിന്നു. പക്ഷെ ആ കുട്ടി ഞാൻ കഷ്ടപ്പെടുവന്നൊന്നും പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നില്ല. എല്ലാം തന്നെ ഉള്ള നമ്മള് എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് സമയം കളയുന്ന ചെറിയച്ച? ദയവ് ഇത് നിങ്ങൾ ഇതൊന്നും നിർത്ത് പ്ലീസ്. നോക്ക്, നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഈ ലാസ്റ്റ് വെഗ് കുടിക്കരുത്. എന്താ? രാമ, നീ പറഞ്ഞ പിന്നെ എങ്ങനെ കുടിക്കൂടാ? നീ ചോദിച്ചാ എന്റെ ജീവൻ വരെ തരില്ലടാ നിനക്ക് ഞാൻ. പക്ഷേ ഈ വേദന ഉണ്ടല്ലോ, നിന്നെ വിഷമിപ്പിക്കല്ലെന്ന് കരുതിയിട്ടല്ലടാ ഞാൻ കുടിക്കുന്നേ. ഇത് ഞാൻ എങ്ങനെ മനസ്സിലാക്കി തരൂടാ നിനക്ക്? ഈ സമയത്ത് എന്താ സത്യയുടെ റൂമിൽ റാം ചെയ്യുന്നത്? ഹലോ, എനിക്കറിയായിരുന്നു താനിപ്പോ ഉറങ്ങിയിട്ടുണ്ടാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് വിളിച്ചത്. ബട്ട് ഈ പ്രാവശ്യം ഞാൻ സോറി പറയില്ല. സോറി ഒന്നും പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. സിഹി ഒരുപാട് കരഞ്ഞാണ് ഉറങ്ങി. അവളെ സമാധാനിപ്പിക്കാൻ താനും ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇല്ല, സന്തോഷത്തോടെയാ കിടന്നത്. നിന്നെ അമ്പും വില്ലും ഒക്കെ വെച്ച് കണ്ടെന്നാ അവള് പറയുന്നത്. എന്ത്? അമ്പും വില്ലോ? എങ്ങനെ? ഒന്നുമില്ല, അവളെന്തോ പറഞ്ഞതാ. പാവം ചെറിയ കുഞ്ഞല്ലേ, ഒന്നും പറയണ്ട. ഇത് വലിയ കാര്യമായല്ലോ. ഞാൻ വേണമെന്ന് വെച്ച് ചൂടായതാണോ? നീയും കണ്ടതല്ലേ എല്ലാം. അതുകൊണ്ടാ ഞാൻ പറയുന്നേ, ഈ പ്രായത്തിൽ കുട്ടികൾ മാക്സിമം എന്തിനാ വഴക്ക് കേൾക്കുന്നതെന്ന് പറ. കുറുമ്പ് കാണിച്ചാലോ പറഞ്ഞ കേൾക്കാത്തപ്പോഴൊക്കെ അല്ലേ. പാവം എന്റെ ലിറ്റിൽ ഫ്രണ്ട്. അമ്മയെ സഹായിക്കാൻ വേണ്ടി പോയതാ. യു ഹാവ് നോ ഐഡിയ. യു ഷുഡ് ബി റിയലി ലക്കി ടു ഹാവ് ഹർ. അവള് തനി തങ്കവാസീത. ഈ വയസ്സിൽ ആരാ ഇങ്ങനെയൊക്കെ ചിന്തിക്കാന്ന് താൻ തന്നെ പറ. സാധാരണ എല്ലാവർക്കും അമ്മയോട് സ്നേഹമൊക്കെ ഉണ്ടാവും, പക്ഷേ ഇവള് തനിക്ക് മറ്റൊരമ്മയാ. താൻ അവളോട് ദേഷ്യപ്പെടുന്നതാണ് ഞാൻ തന്നെ പേടിച്ചുപോയി. അതാണോ ഓടിപ്പോയത്? അല്ല, ഓടിപ്പോയതൊന്നുമല്ല, നിങ്ങൾക്കൊരു സ്പേസ് തരാൻ വേണ്ടിയാ. ഞാൻ അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. നീ അങ്ങനെ മൂന്നാമതൊരാളൊന്നും അല്ല കേട്ടോ. ഐ മീൻ, നീ എന്റെയും ഫ്രണ്ട് അല്ലേ? യാ. ശരി, കിടന്നോളൂ. സിഹിയെ പോലെ രാമനെയും സീതേനെയും ഒക്കെ ഓർത്തോണ്ട്. ഓ, അതാണല്ലേ അമ്പും വില്ലും. കിടന്നോ 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 കിടന്നോ. എന്നോടാ? അല്ല, ഞാൻ ചിരിച്ചപ്പോ സിഹി പതിയെ ഉണർന്നുപോയി, അതാ. ശ്രീരാമനെ മനസ്സിലോർത്ത് കിടന്നോന്ന് പറഞ്ഞപ്പോ എന്റെ ഫ്രണ്ടിനെ ആ സീതമ്മ എനിക്ക് ഓർമ്മ വരുന്നേന്നാ പറഞ്ഞത് അവള്. ശരി, നാളെ കാണാട്ടോ. ഗുഡ് നൈറ്റ് റാം. ഗുഡ് നൈറ്റ്. ദൈവമേ, ഈ വീട്ടിലുള്ളവർക്ക് നീ ഒരു ബുദ്ധിമുട്ടും കൊടുക്കരുതേ. എല്ലാ സങ്കടങ്ങളും എനിക്ക് തന്നാ മതി. ഈ വീട്ടിലുള്ളവര് സന്തോഷത്തോടെ കഴിയണം എന്നും. അതുപോലെ എന്റെ അപ്പു സുഖമായിട്ട് ജീവിക്കണം. സമാധാനത്തോടു കൂടി ജീവിക്കാൻ അവനെ അനുവദിക്കണേ ദൈവമേ. മേമേ. അപ്പു, എന്താ നീ ഈ നേരത്ത് വന്നത്? എന്തു പറ്റി മേമേ? ഓഫീസിൽ നിന്ന് ടയേർഡായി വന്നതല്ലേ? ചെല്ല്, നീ കിടക്കാൻ നോക്ക്. അല്ല മേമ, ഒന്ന് നിക്ക് പ്ലീസ്. മേമ എന്തിനാ കരയുന്നേ? കണ്ടുപിടിച്ചു കളഞ്ഞല്ലേ. ഇതുവരെ ആരുടെ മുൻപിലും പിടികൊടുക്കാത്ത ഒരുത്തി നിന്റെ മുൻപിൽ
ഇന്ന് പിടിക്കപ്പെട്ടിരിക്കുകയാണല്ലേ അപ്പു. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഭാർഗവി എന്ന് പറഞ്ഞ വെരി ബോൾഡ്, വെരി സ്ട്രോങ് എന്നാ. പക്ഷേ ഞാൻ വീക്കായി പോയ ആ മൊമെന്റ് നീ കണ്ടല്ലേ അപ്പു? ആർക്ക് വേണ്ടിയാണോ എന്റെ കണ്ണ് നിറഞ്ഞത്? അവൻ തന്നെ എന്നോട് വന്ന് എന്തിനാ കരയുന്നേന്ന് ചോദിച്ച ഞാൻ എന്താടാ പറയണ്ടേ? മേമ എനിക്ക് വേണ്ടിയാണോ? മേമ എന്തിനാണ് പറ പ്ലീസ്. വാശി, നിന്റെ അമ്മയ്ക്കുള്ള അതേ വാശി. നിനക്ക് ഇവിടെ ഒരുത്തി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു അപ്പു. നിന്റെ മനസ്സിലുള്ള പ്രണയം മരിച്ചു പോയിട്ടില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. എല്ലാവരുടെയും മനസ്സ് അങ്ങനെയാ. പ്രണയം എന്നും ജീവിക്കും, അതിന് മരണമില്ല. പക്ഷേ നഷ്ടപ്പെട്ടു പോയ പ്രണയത്തിന് വേണ്ടി സ്വന്തം ജീവിതം ഇങ്ങനെ നശിപ്പിച്ചു കളയുന്നത് എന്തിനാടാ അപ്പു? മേമ ഇതിനു വേണ്ടിയാണോ നിങ്ങൾ ദൈവത്തിന്റെ അടുത്ത് വരുന്ന കരഞ്ഞത്? അല്ല മേമ എന്തിനാ എന്നെ പറ്റി ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്? ഗ്രേറ്റ് റാം, ഗ്രേറ്റ്. എന്ന് വെച്ചാ എനിക്ക് നിന്നെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാനുള്ള അർഹതയില്ലേ? നിന്റെ ഭാവിയെ കുറിച്ച് എനിക്ക് പേടിയില്ലേ? അത്രയ്ക്കും ആരും അല്ലാതായി പോയോ ഞാൻ? മേമ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. മേമ എല്ലാം അറിഞ്ഞുകൊണ്ടിങ്ങനെ. എല്ലാം അറിയുന്നതുകൊണ്ടാ അപ്പു. അറിയുന്നത് കൊണ്ടാ സങ്കടം തോന്നുന്നത്. കഴിഞ്ഞതൊക്കെ അങ്ങനെ എളുപ്പത്തിൽ മറക്കാനാവില്ലെന്ന് എനിക്കറിയാം മോനെ. നിന്നെ കുറിച്ച് ഓരോന്ന് ആലോചിച്ച് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ലടാ. അഷ്ടമിക്ക് കൃഷ്ണനെ ഒരുക്കാൻ ചെന്ന് ഞാൻ കൃഷ്ണന്റെ മുൻപില് നിന്നെ കുറിച്ച് ആലോചിച്ച് പരാതി പറഞ്ഞ് അവിടെ ഇരുന്നു പോയി. യശോദയ്ക്ക് കൃഷ്ണൻ ആരാണോ അതാ ഈ ഭാർഗവിക്ക് ഈ രാമൻ. നിനക്ക് നല്ലതേ വരൂ, നല്ലത് മാത്രമേ വരൂ. മേമ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നല്ലതേ നടക്കും. ഡോണ്ട് വറി. അപ്പോ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു മോനെ. എന്താ മേമ? നിനക്കത് നിസ്സാരായിട്ട് തോന്നുമായിരിക്കും. ഇല്ല പറ മേമ. നീ ഇപ്പോ പഴയതുപോലെ അല്ല നീ എന്നോട് പെരുമാറുന്നു. നീ ഒരുപാട് മാറിപ്പോയി. എന്നോടൊന്നും തുറന്നു പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇനിന്ന് ഒളിച്ചു വെക്കുന്നു. മേമ ഞാൻ മാറിയിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പോഴും അതേ രാമൻ തന്നെ. ജോലിയിൽ കുറച്ച് ബിസി ആയി പോയതുകൊണ്ടാ. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അപ്പോ. ശരി, ഞാനിപ്പോ എന്ത് ചെയ്താലും മേമ എന്നെ വിശ്വസിക്കാന്ന് പറ. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നത് നീ ചെയ്യൂ. പ്രോമിസ്. നാളത്തെ ഉത്സവത്തിന് ഞങ്ങളുടെ കൂടെ ഉണ്ടാവൂ. എല്ലാ വർഷവും ഞാൻ ഇത് തന്നെ നിന്നോട് ചോദിക്കാറ്. നീ സമ്മതിക്കാറുണ്ട്. എന്നിട്ട് ആ സമയാവുമ്പോ നീ മുങ്ങും. നാളെ ഒരു ദിവസം ഓഫീസിന്റെ വഴിക്ക് വിട്ട് നിനക്ക് ഞങ്ങളോടൊപ്പം പോന്നൂടെ രാമ? അതോ ഞാൻ ഈ രാമനോട് അർഹതയില്ലാത്ത വരമാണോ ചോദിച്ചേ? അങ്ങനെയൊന്നും ഇല്ല മേമ. എനിക്കൊരു മാറ്റവും ഇല്ല. നാളെ ഒരു ദിവസം ഓഫീസിലേക്ക് പോകരുത്, അത്രയല്ലേ ഉള്ളൂ. ഫൈൻ, ഞാൻ പോകുന്നില്ല. ശരി, ഒരുപാട് വൈകി. നീ പോയി കിടന്നു. ഇല്ല മേമ, ഇന്നിനി ഞാൻ ഇവിടെ കിടക്കുന്നുള്ളൂ. സിഹി, സിഹി, വാ വന്ന് പ്രാർത്ഥിച്ചേ. സിഹി, ഒന്നടങ്ങി നിക്കട എന്റെ ഗോപാല. ഗോപാലനോ? ഞാൻ കൃഷ്ണനല്ലേ? ഗോപാലൻ, കൃഷ്ണൻ എല്ലാം ഒരാള് തന്നെയാ. കൃഷ്ണന് ടൂറ്റൂരേമോ? ടൂറ്റു അല്ല, 1000. 100-നേക്കാൾ കൂടുതലോ? സിഹി, സിഹി, സീതമ്മ അവിടെ തന്നെ നിക്ക്. എന്റെ മേക്കപ്പ് കഴിഞ്ഞില്ല. ഞാൻ നിന്നെ വീട് മുഴുവൻ തേടിക്കൊണ്ടിരിക്കുക. നീ ഇവിടെയായിരുന്നോ? നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതി. ശരി, ഒന്ന് തിരികെ, ഞാനൊന്ന് കാണട്ടെ. ഇല്ല ഇല്ല, ഞാൻ റെഡി ആയിട്ട് നോക്കിയാ മതി. എനിക്ക് കണ്ടൂടെ എന്റെ കൃഷ്ണനെ? ഒന്ന് തിരിയടി പ്ലീസ്, പ്ലീസ് മോളെ.
ഞാൻ തിരിഞ്ഞു നോക്കില്ല. സിഹി ഒരു മിനിറ്റ് ഒന്ന് നിക്കടി. എന്താ ചെയ്യുന്നെന്ന് നോക്കാൻ വന്നേ. സിഹി അവിടെ നിന്നോ. അല്ലേലും നിന്നെ പിടിച്ചാ കിട്ടില്ല. ഇപ്പൊ കൃഷ്ണവേഷത്തിലാവോ പിന്നെ പറയാനില്ല. ഇന്നെങ്കിലും കിട്ടുമോ നോക്കട്ടെ. സിഹി യശോദ കൃഷ്ണന്റെ പുറകെ ഓടുന്നത് പുതിയ കാര്യമല്ല. എന്റെ കയ്യിൽ കിട്ടുമല്ലോ നിന്നെ. അപ്പൊ കാണിച്ചു തരാം നിനക്ക്. വാ ഇവിടെ. എന്റെ ഒരു ഫോട്ടോ എടുത്തു തരുമോ പ്ലീസ്? ഫോട്ടോ എടുത്ത് തന്നാ പിസ വാങ്ങി തരോ? ഇന്ന് ഉത്സവം അല്ലേടാ, പിസ്സ ഒന്നും ഇല്ല. നീ എന്റെ ഒരു ഫോട്ടോ എടുത്തേ. ഇല്ല, ഞാൻ എടുത്ത് തരില്ല. ആ ശരി, വാ ഇവിടെ. പിസ്സയൊക്കെ ഉണ്ടാക്കി തരാം. എന്റെ ഒരു നല്ല ഫോട്ടോ എടുത്തു തരണം കേട്ടോ. ഇന്നാ നന്നായിട്ട് എടുക്കണേ. ആ ചേച്ചി താ അനി മതി. താങ്ക് യു. കഴിഞ്ഞു നിന്റെ സെൽഫി എടുക്കല്? അത് പിന്നെ വെറുതെ. ചേച്ചി ഡെക്കറേഷനൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഓ, വീട് തന്നെ വൃന്ദാവനാക്കി കളഞ്ഞല്ലോ. ഇന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ വിളിച്ചില്ലെങ്കിലും ഇങ്ങോട്ട് വന്നോളും. അത് ഇത് മുഴുവൻ നമ്മുടെ ഭാർഗവി. ഈ അലങ്കാരമൊക്കെ കണ്ടപ്പോ എനിക്ക് എന്റെ മൂത്ത മരുമകള് ശ്രീവാണിയുടെ കാര്യം ഓർമ്മ വന്നത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാ ഒരു ഉത്സവം പോലെ ആയത്. നന്നായിട്ടുണ്ട് മോളെ, വളരെ നന്നായിട്ടുണ്ട്. അച്ഛാ, കുറച്ചുകൂടെ സമയം കഴിഞ്ഞാ നമുക്ക് കീർത്തനം തുടങ്ങിയാലോ? ആയിക്കോട്ടെ, നിങ്ങൾക്ക് എപ്പോ തുടങ്ങണോ അപ്പൊ തുടങ്ങി. ഞാനവിടെ വായിച്ചുകൊണ്ടിരിക്കാം. ഒന്ന് വിളിച്ചാ മതി, അപ്പൊ വന്നോളാം. ഒരാഘോഷ ദിവസമായിട്ടും ആ ചത്തവളുടെ ഓർമ്മ വരുന്നുണ്ടത്ര. പൂജാമുറിയിലെ വിളക്ക് എത്ര കഷ്ടപ്പെട്ട് തുടച്ചാലും എണ്ണ ശുദ്ധമാണോന്ന് മാത്രമല്ലേ നോക്കൂ. ചേച്ചി അങ്ങനെ പറഞ്ഞ എന്താ? ഇതൊക്കെ നിനക്ക് മനസ്സിലാവുമായിരുന്നെങ്കിൽ നിന്റെ സ്ഥാനത്ത് ഞാൻ ഇരുന്നേനെ, എന്റെ സ്ഥാനത്ത് നീയും. കുറച്ചുകൂടെ നേരം കഴിഞ്ഞ് കീർത്തനം തുടങ്ങും. എല്ലാം റെഡിയാണോന്ന് പോയി നോക്ക്. എല്ലാം റെഡി ആയിട്ടുണ്ട് ചേച്ചി. ഇനി എന്താ റെഡി ആവാനുള്ളത് നോക്കട്ടെ. എന്താ ഭാർഗവി, പിച്ചൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ. എപ്പോഴായിരിക്കും മാച്ച് തുടങ്ങുക? ഞാൻ റെഡി ആവണോ? റെഡി ആയിട്ട് ഇനി എന്ത് ചെയ്യാനാ? ഓ, നീയൊന്ന് മൂളി തന്നാ മതി. പുതിയ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ജില് ജിലെന്ന് പറഞ്ഞ് റെഡി ആയിട്ടിരിക്കും ഞാൻ. അല്ല, പൂജ എപ്പോഴാ തുടങ്ങാ? തുടങ്ങി കഴിഞ്ഞിട്ട്. ശരിയാവട്ടെ. ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഈ വിശ്വരൂപം കാണിക്കാൻ പോവാ. ഓഹ് മൈ ഗോഡ്. വിശ്വ, നിനക്ക് എത്ര വയസ്സായാലും നിന്റെ നോൺസെൻസ് മാത്രം നിന്നെ വിട്ടു പോവില്ല. വിട്ടു പോകരുതല്ലോ അല്ലേ? അങ്ങനെ ഇപ്പൊ വരാ, നോക്കിയിരുന്നോ? ഏയ്, റെഡി ആയി കഴിഞ്ഞാൽ മെസ്സേജ് അയക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇവിടെയാണോ? പോയാലോ? ഇന്നൊരു ഉത്സവമാടാ. അറിയാം, കണ്ടു. പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ ഒരു സല്യൂട്ട് കൊടുത്തിട്ട് പ്രസാദം വാങ്ങി പോയേക്കാം. അയ്യോ മോനെ, നീ ഒന്ന് റിലാക്സ് ചെയ്തേ. ഇന്ന് ഞാൻ ഓഫീസിലേക്ക് വരില്ല എന്ന് പറഞ്ഞു പോയി. ആരോട്? ഞാനാണ് ബോസ്. ഇതുകൊണ്ടാ ഞാൻ ബോസാവണെന്ന് പറഞ്ഞത്. എന്റെ വാക്കിനോടൊരു വിലയില്ലല്ലോ. പിന്നെ എനിക്ക് എന്ത് കാര്യത്തിന് ഇതൊക്കെ? ഏടാ, മേമയ്ക്ക് വെറുതെ സങ്കടമാവൂടാ. എന്റെ വാക്കിന് വില കൊടുത്താലോ? അല്ലടാ, ഓഫീസിലേക്ക് പോയ സങ്കടമാവുമെന്ന്. എടാ, നമ്മൾ ഇന്ന് ഓഫീസിലേക്ക് പോയില്ലെങ്കിൽ ചരണ്ടിക്ക് ഒരു അവസരം കിട്ടിയ പോലെയാ. എടാ, നീ ഒന്ന് പോയിട്ട് വാടാ. എനിക്കിന്ന് വരാൻ കഴിയില്ല, മനസ്സിലാക്ക്. മേമയോട് ഞാൻ പറഞ്ഞു പോയടാ. അത് കേൾക്കാതെ ഞാനെങ്ങനെ ഓഫീസിൽ വന്നാ 100% പണി കിട്ടും. പിന്നെടാ, ഞാൻ പറയാൻ മറന്നുപോയി. അതുപോലെ സീതയുടെ അഡ്വാൻസ് സാലറി ക്ലിയർ ആക്കണം. അത് മാത്രം മറക്കണ്ട പ്ലീസ്. ആയിക്കോട്ടെ. ഓക്കെ ബോസ്, ഓഫീസെല്ലാം നല്ലപോലെ നോക്കിയോണേ. ഓൾ ദി ബെസ്റ്റ്.
ഹലോ മാഡം, ഹാപ്പി കൃഷ്ണ ജന്മാഷ്ടമി ടു യു മാഡം. എനിക്ക് കൃഷ്ണനെ കുറിച്ചൊന്നും അറിയണ്ട. എനിക്ക് അറിയേണ്ടത് രാമനെ കുറിച്ചാ. നിങ്ങളുടെ സെൻസ് ഓഫ് ഹ്യൂമർ നല്ല രസമുണ്ട് മാഡം. ശരൺ, ഐ എം നോട്ട് ജോക്കിംഗ്. സോറി മാഡം, പറഞ്ഞോളൂ. ഇന്ന് നിന്റെ ബോസ് ഓഫീസിലേക്ക് വരുന്നില്ല. ശരി, ഓക്കെ മാഡം. ഇനി ഞാനെല്ലാം തെളിച്ചു പറയണം നിന്നോട്. ഓഫീസിലേക്ക് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാലോ. നിങ്ങളുടെ ജോലിയാണ് ചെയ്യേണ്ടത് മാഡം. എന്തൊക്കെ പുതിയ ചേഞ്ചുകൾ ഓഫീസിൽ നടന്നത്, അതുപോലെ ആർക്കോ അഡ്വാൻസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ഡീറ്റെയിൽസ്, ഇതല്ലാതെ ഓഫീസിലുണ്ടായ മറ്റു ചേഞ്ചസ്, ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് കിട്ടിയിരിക്കണം. നിനക്ക് മനസ്സിലായല്ലോ? ഓക്കെ. ശരി മാഡം, ഞാൻ നോക്കി പറയാം മാഡം.